ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫ്രൂട്ട്സ് അതിനകത്ത് യെല്ലോ ഫ്രൂട്ട്സ് എന്തൊക്കെയാന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഇതിനകത്ത് വൈറ്റമിൻ ബിയുടെ കരോട്ടീൻ അധികം ഉള്ളതൊക്കെയാണ് ഈ യെല്ലോ ഫ്രൂട്ട്സിൽ എന്ന് പറയുന്നു. പിന്നെ ഡ്രൈഡ് ഫ്രൂട്ട്സ് ലൈക്ക് റൈസിൻസ് ആൻഡ് ഡേറ്റ്സ് ആർ റിച്ച് ഇൻ അയൺ. അതുകൊണ്ടാണ് ബ്ലഡ് കുറവുള്ളവർക്ക് ഈന്തപ്പഴം അധികം കഴിക്കാൻ പറയുന്നത്. അതേപോലെ ഉണക്കമുന്തിരി കഴിക്കുന്നത് നല്ലതാന്ന് പറയുന്നത്. അതൊക്കെ കൂടുതൽ അയൺ കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് അത് അധികം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അടുത്തത് ബനാന ആൻഡ് പപ്പായ കണ്ടെയ്ൻ പെക്റ്റിൻ വിച്ച് ഹെൽപ്സ് ഇൻ ബൗൾ മൂവ്മെന്റ്സ്. ബനാനയും പപ്പായയൊക്കെയാണ് നിങ്ങൾ കേട്ട് കാണും. ഇപ്പൊ ചെറിയ പിള്ളേർക്ക് വലിയവർക്കാണെങ്കിലും ഡോക്ടേഴ്സ് പറയാറുണ്ട് അവർക്ക് എന്തെങ്കിലും വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അതായത് ഇപ്പോൾ ചിലവർക്ക് പ്രായമായി കഴിയുമ്പോൾ വയറെത്തി പോകുന്നത് നമ്മളുടെ മോഷന് ബുദ്ധിമുട്ടാന്നൊക്കെ പറയുമ്പോൾ അത് അവരോട് കൂടുതൽ പറയുന്ന ബനാന പപ്പായ അങ്ങനത്തെ സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ കുടലിന്റെ ബൗവൽ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് വരുന്ന ചെറുകുടൽ വൻകുടൽ അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ അതിന്റെ മൂവ്മെന്റ്സിന് സഹായിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനത്തെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അല്ലെങ്കിൽ വയറിന് നല്ലതാന്ന് പറയുന്നത്. അടുത്തത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എന്ന് പറയുന്നത് കോമൺലി കൺസ്യൂംഡ് ഐറ്റംസ് ആർ സ്പിനാച്ച്, അമരാന്ത്, ഫെനുഗ്രീക്ക്, മസ്റ്റാർഡ്, ഡ്രം സ്റ്റിക്ക്, മിന്റ്, കൊറിയാൻഡർ ലീവ്സ് എക്സെട്ര. നമ്മൾ കോമൺ ആയിട്ട് കഴിക്കുന്ന സാധനങ്ങളുടെ പേരാണ് ഇവർ എഴുതിയിരിക്കുന്നത്. സ്പിനാച്ച്, അമരാന്ത്, ഫെനുഗ്രീക്ക് എന്ന് പറയുന്ന ഉലുവ, അല്ലെങ്കിൽ ഇപ്പോ എന്താ പറയുന്നത് ഉലുവ, പിന്നെ ഇപ്പൊ കസ്തൂരി മേത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ മസ്റ്റാർഡ്, ഡ്രം സ്റ്റിക്ക്, മുരിങ്ങാക്കോലിന്റെ ഇത് കഴിക്കുന്നത്, മിന്റ്, കൊറിയാൻഡർ ലീവ്സ്, ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്നത്. ദേ ആർ റിച്ച് സോഴ്സ് ഓഫ് കാൽസ്യം, അയൺ ആൻഡ് ബി കരോട്ടിൻ, വൈറ്റമിൻ സി, റൈബോഫ്ലാവിൻ, ഫോളിക് ആസിഡ് ആൻഡ് ഫൈബർ. ഇതൊക്കെ റിച്ച് സോഴ്സ് ഓഫ് ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളിലും അധികം ഉള്ളത് കാൽസ്യം, അയൺ, വൈറ്റമിൻ ബി കരോട്ടിൻ, പിന്നെ വൈറ്റമിൻ സി, റൈബോഫ്ലാവിൻ, ഫോളിക് ആസിഡ് ആൻഡ് ഫൈബർ, ഇതൊക്കെ കൂടുതലാണ്. അടുത്തത് റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്. പിന്നെ മണ്ണിനടിയിലേക്ക് വളരുന്നതാണ് റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ് പറയുന്നത്. അത് നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ, ക്യാരറ്റ്, കൊളോക്കേഷ്യ, യാം ആൻഡ് ടാപ്പിയോക്ക. നിങ്ങൾക്ക് അറിയാം, ഈ ഇടയ്ക്കെല്ലാം നമ്മളുടെ വീട്ടിൽ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഈ പറഞ്ഞതെല്ലാം. ഉരുളക്കിഴങ്ങ്, പിന്നെ മധുരക്കിഴങ്ങ്, ക്യാരറ്റ്, പിന്നെ ചേന, ചേമ്പ്, കപ്പ, ഇങ്ങനെ സാധനങ്ങളിലെല്ലാം എന്തുണ്ട്, ദേ ആർ റിച്ച് ഇൻ കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സ് അധികം ഉള്ളതാണ്. ഇനി അതർ വെജിറ്റബിൾസ്, ഇത് കൂടാതെ നമ്മൾ കഴിക്കുന്ന മറ്റു വെജിറ്റബിൾസ് ഉണ്ട്. വെജിറ്റബിൾസ് ഡു നോട്ട് കം അണ്ടർ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ് ആർ ക്ലാസിഫൈഡ് അണ്ടർ ദിസ് ഗ്രൂപ്പ്. അതായത് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഗ്രീൻ ലീഫി വെജിറ്റബിൾസും റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സിലും പെടാത്ത ബാക്കിയുള്ളവരെല്ലാം നമ്മൾ അതർ വെജിറ്റബിൾസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തുന്നത്. അതിനകത്ത് വരുന്നതാണ് ബ്രിഞ്ചാൾ, ലേഡീസ് ഫിംഗർ, പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബീൻസ്, ഗാർഡ്സ്, പംകിൻ, ടൊമാറ്റോ, കോളിഫ്ലവർ, ക്യാബേജ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ ഗ്രൂപ്പിൽ വരുന്നതാണ്. ഇതെല്ലാം വൈറ്റമിൻ സിയും അല്ലെങ്കിൽ ചില മിനറൽസും ഇത് പിന്നെ ഫൈബർ, നമ്മളുടെ വയറിന് വേണ്ട അല്ലെങ്കിൽ നമ്മുടെ ഡയറ്ററി ഫൈബറിനൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇങ്ങനെയുള്ള വെജിറ്റബിൾസിൽ നിന്നാണ്. അടുത്ത ഗ്രൂപ്പാണ്, ഇതിപ്പോ ഞാൻ അടുത്ത ഡിസ്കസ് ചെയ്യാം കേട്ടോ, ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഞാൻ പറയുന്നത് നോട്ട് ചെയ്തോളൂ. നോട്ട്സ് ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ സൈറ്റിലിടും. അടുത്തത് ഫാറ്റ്സ് ആൻഡ് ഷുഗർ. നെക്സ്റ്റ് ലാസ്റ്റ് ഗ്രൂപ്പ് ഫാറ്റ്സ് ആൻഡ് ഷുഗർ. അതിനകത്ത് വരുന്നത് വിസിബിൾ ഫാറ്റ്സ് സച്ച് എസ് ബട്ടർ, ഗീ ആൻഡ് വെജിറ്റബിൾ ഓയിൽസ് ആൻഡ് വനസ്പതി ആർ യൂസ്ഡ് ഇൻ ദ ഡയറ്റ്. നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന എന്തൊക്കെയാണ്? ബട്ടർ, ഗീ, വെജിറ്റബിൾ ഓയിൽസ്, പിന്നെ വനസ്പതി, ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് നമ്മളുടെ ഡയറ്റിൽ യൂസ് ചെയ്യുന്നത്. എനി ടൈപ്പ് ഓഫ് ഫാറ്റ് ഓർ ഓയിൽ yields in the same amount of energy. Use of vegetables oils to the extent of 15 gram per day is necessary to obtain required amounts of essential fatty acids. നമ്മുടെ ശരീരത്തിന് വേണ്ട ഫാറ്റി ആസിഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ദിവസം മാക്സിമം 15 ഗ്രാം യൂസ് ചെയ്താൽ മതി. ഈ പറഞ്ഞ എന്തായാലും ഫാറ്റി ഒബ്ജക്ട്സ് ആയിട്ടുള്ളത് എന്തും, ബട്ടർ ആയാലും ഗീ ആയാലും വെജിറ്റബിൾ ഓയിൽസ് ആയാലും വനസ്പതി ആയാലും ഒരു ദിവസം നമുക്ക് 15 ഗ്രാം മതി. Vegetable oils, especially sunflower oil, are rich in polysaturated fatty acids. സൺഫ്ലവർ ഓയിൽ നമ്മളൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. വെളിച്ചെണ്ണയ്ക്കാണ് ഇപ്പൊ കൊഴുപ്പ് കൂടുതൽ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഈ ഇടയ്ക്ക് കുറെ ആൾക്കാർ സൺഫ്ലവർ ഓയിലിലേക്കൊക്കെ മാറിയവരുണ്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിലാണെങ്കിലും എന്താണ്, ദേ ആർ റിച്ച് ഇൻ പോളിസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്. അപ്പൊ അതിലും ഒരു പരിധി കഴിഞ്ഞാൽ എല്ലാത്തിനും 15 ഗ്രാമിൽ കൂടുതൽ ഇങ്ങനത്തെ ഫാറ്റി ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഫാറ്റി ആയിട്ടുള്ള ഓയിൽസും അല്ലെങ്കിൽ ബട്ടർ, ഗീ, അതൊന്നും നമ്മൾ ഉപയോഗിക്കരുതെന്നാ പറയുന്നത്. ഒരു ദിവസം മാക്സിമം 15 ഗ്രാം. Sugar and jaggery are generally used as sweetening agents in beverage and other food preparations to increase their
പലാറ്റബിലിറ്റി എന്ന് പറയുന്നത്. അതെ, നമുക്കറിയാം കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും മധുരമുള്ള സാധനങ്ങളോട് ഒരു പരിധിവരെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ, ഇതിനകത്തും പക്ഷെ ഇത് അധികം കഴിക്കരുത് എന്ന് പറയാറുണ്ട്. കാരണം they are the main source of energy although jaggery contains in addition iron. അതെ, ഇവര് ഈ ഷുഗറിനായാലും ജാഗരിക്കായാലും ചിലവർ പറയും പഞ്ചസാര ഒഴിവാക്കിയിട്ട് ശർക്കര കഴിക്കാന്ന് പറയും. പക്ഷെ എന്നാലും എന്താ, അത് എനർജി മറ്റൊരു രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് മധുരം ചെല്ലുന്ന അനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ എനർജി കൂടിക്കൊണ്ടിരിക്കും. അത്രയും വർക്ക് നമ്മൾ ഒരു ദിവസം ചെയ്യും, ആ ശരീരത്തിലേക്ക് എന്തോ ഒരു എനർജി വന്നു, അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള വർക്ക് നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ കിടന്ന് കൊഴുപ്പടിഞ്ഞതുപോലെ ആയി നമുക്ക് വണ്ണം വെക്കും. അതേപോലെ മറ്റു അസുഖങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസുകളുണ്ട്. അതേപോലെ ശർക്കരയ്ക്ക് അയൺ കണ്ടന്റും അധികം ഉള്ളതാണ്. ഇൻ അഡീഷൻ ഇറ്റ് കണ്ടെയ്ൻസ് അയൺ ഓൾസോ. അതിനകത്ത് അയൺ കണ്ടന്റും കൂടുതലാണ്. അപ്പോ അതുകൊണ്ടാണ് മധുരമുള്ള സാധനങ്ങൾ അധികം ഒഴിവാക്കുക എന്ന് തന്നെ പറയുന്നത്. ഈ മധുരമുള്ളതിന് നമ്മളുടെ ഉപ്പ്, പഞ്ചസാര, ഇതിനെ രണ്ടിനെ രണ്ട് വൈറ്റ് പോയിസൺസ് കോമൺ ആയിട്ട് ഡോക്ടേഴ്സ് എപ്പോഴും പറയാറുള്ളത്. നമ്മളുടെ ഇടയിൽ കിട്ടുന്ന ഏറ്റവും നല്ല രണ്ട് വൈറ്റ് പോയിസൺസ് ആണ് ഷുഗറും സോൾട്ടും. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ വൈറ്റമിൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ മാത്രം പറഞ്ഞ കുറച്ച് രോഗങ്ങളുടെ പേരാണ്. അത് ഇച്ചിരി വായിക്കാനും ബുദ്ധിമുട്ടാണ്, പറയാനും ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാട്ടോ ഇനിയും പറയുന്നത് ഇതിനകത്ത്. ഇനി നമ്മൾ ഇതിന്റെ ഒരു പേജ് കൂടി ഉള്ളൂ ഈ ചാപ്റ്റർ, അതൊന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോ അടുത്തത് പറയുന്നത് ബേസിക് പ്രിൻസിപ്പിൾ ദാറ്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ് വൈൽ ഫോർമുലേറ്റിംഗ് ബാലൻസ്ഡ് ഡയറ്റ്. നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കോമൺ ആയിട്ട് മനസ്സിൽ സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 5 പോയിന്റ്സ് ആണുള്ളത്. ഒന്നാമത്തത്, ഇൻക്ലൂഡ്സ് ആസ് മെനി വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് ആസ് പോസിബിൾ. വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ചേർക്കുക, അല്ലെങ്കിൽ ഐറ്റംസ് ചേർക്കുക. ഫുഡ് ഫോം വിച്ച് ഈച്ച് ഓഫ് ദ 5 മേജർ ഫുഡ് ഗ്രൂപ്പ്സ് സോ ആസ് ടു എൻഷുർ അഡിക്വേറ്റ് സപ്ലൈ ഓഫ് എനർജി ആൻഡ് ന്യൂട്രിയൻസ്. നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ പോലത്തെ ഈ 5 ടൈപ്പിലെ ഫുഡുകളും ചേരുന്നത് ഒരു ദിവസത്തിൽ നമ്മളുടെ ഡയറ്റിൽ ചേരുന്ന പോലത്തെ വേണം നമ്മളൊരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ബാലൻസ് ഡയറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഈ 5 ടൈപ്പിൽ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത 5 കാര്യങ്ങളും ആ ഫുഡിൽ ഉൾപ്പെടുത്തുന്ന പോലെ ആയിരിക്കണം. അതായത് 3 നേരം അല്ലെങ്കിൽ 4 നേരം നമ്മൾ എത്ര നേരമാണോ കഴിക്കുന്നത് ആ സമയത്ത് എല്ലാം ഈ 5 കാര്യങ്ങൾ ഉൾപ്പെടുത്താന്നല്ല. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ അളവുകളുടെ ബേസിസിൽ ഒരു ദിവസത്തിന് അതിനെ ഡിവൈഡ് ചെയ്യാം. അടുത്തത്, ഇൻക്ലൂഷൻ ഓഫ് അഡിക്വേറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് മിക്സഡ് സിറിയൽസ് ആൻഡ് പൾസസ് ഇൻ ദ ഡയറ്റ്. എപ്പോഴെപ്പോഴും കുറെ സിറിയൽസും പൾസസ് ഒക്കെ കഴിക്കുന്നത് നമ്മൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്ന പറയുന്നത്, ഇൻക്ലൂഡ് ചെയ്യണം. The ratio of pulses to cereals should be 1:7 or 1:8. നമ്മളുടെ ഭക്ഷണത്തിന്റെ 1:7 അല്ലെങ്കിൽ 1:8 ആയിരിക്കണം ഈ cerealsഉം pulsesഉം നമ്മൾ എടുക്കേണ്ടത്. റെഗുലർ കൺസപ്ഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. എപ്പോഴും അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാൻ ശ്രദ്ധിക്കുക. മിൽക്ക് ദ ഓൺലി സോഴ്സ് ഓഫ് വൈറ്റമിൻ B12 ഇൻ വെജിറ്റേറിയൻ ഡയറ്റ്സ് ആൻഡ് ഹെൻസ് ഇൻ കൺസപ്ഷൻ ഈസ് ക്രൂഷ്യൽ ഫോർ വെജിറ്റേറിയൻസ്. B12 എന്ന് പറയുന്ന വൈറ്റമിൻ നമുക്ക് കിട്ടുന്നത് മിൽക്കിൽ നിന്നാണ്. അപ്പൊ വെജിറ്റേറിയൻ ഡയറ്റില് അതിന്റെ കൺസെപ്ഷൻ ഈസ് ക്രൂഷ്യൽ ഫോർ വെജിറ്റേറിയൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എല്ലാവരും അത് ഒരേപോലെ അംഗീകരിക്കണം എന്ന് നിർബന്ധം നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം മിൽക്ക് കൺസ്യൂം ചെയ്യുന്നത് പലരും പല രീതിയിലാണ്. ചിലവരത് തീരെ എടുക്കാത്തവരുണ്ട്, ചിലവരത് കഴിക്കുന്നവരുണ്ട്. അപ്പൊ അത് ഇത് മനസ്സിലാക്കി വെച്ചിട്ട് വേണം ഇത് ഈ മിൽക്കിന്റെ ഇമ്പോർട്ടന്റ് എന്താണോ, അല്ലെങ്കിൽ അത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്തോരം എനർജിയാണ് വരുന്നതെന്നൊക്കെ ഉള്ളത് അറിഞ്ഞിട്ട് വേണം നമ്മൾ ബാലൻസ് ഡയറ്റിൽ അത് ഉൾപ്പെടുത്താനായിട്ട്. ഫാറ്റ്സ് അത് എന്ന് വിചാരിച്ചിട്ട് അത് പൂർണ്ണമായി ഒഴിവാക്കുകയല്ല, മാക്സിമം അത് കഴിക്കാൻ തന്നെ ശ്രമിക്കുക. ഫാറ്റ്സ് ആൻഡ് ഓയിൽ ബിസൈഡ്സ് കണ്ടെയ്നിങ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആൻഡ് കലോറി ഡെൻസ് ഫുഡ്സ് ഹെൻസ് their judicious use helps in reducing the dietary bulk. അതേപോലെ ഓൾറെഡി നമ്മൾ പറഞ്ഞു, നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലും ഈ ഫാറ്റി ആസിഡ്സ് അത് ആവശ്യത്തിന് ആ 15 ഗ്രാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ ആ 15 ഗ്രാം ആയിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതിൽ കൂടുതലായിട്ടുള്ളത് നമ്മളുടെ ശരീരത്തിന് ദോഷമായിട്ടായിരിക്കും ബാധിക്കുന്നത്. അടുത്തത് ഡെവലപ്പിംഗ് ഹെൽത്ത്. ഇത് ഈ 5 പോയിന്റ്സ് കഴിഞ്ഞു. അടുത്ത ടോപ്പിക് ഡെവലപ്പിംഗ് ഹെൽത്ത് ഫുഡ് ഹാബിറ്റ്സ് ഇൻ ചിൽഡ്രൻ. കുട്ടികളിൽ എങ്ങനെയാണ് നമുക്ക് ഹെൽത്തി ഫുഡ് ഹാബിറ്റുകൾ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ ടീച്ചേഴ്സിന്റെ പാരന്റ്സിന്റെ റോൾ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഗൈഡിങ് എ ചൈൽഡ് ഈറ്റിംഗ് ഹാബിറ്റ് ഈസ് എ ഡെലിക്കേറ്റ് വർക്ക്. ഒരു കുട്ടിയുടെ ഭക്ഷണക്രമം അല്ലെങ്കിൽ ഭക്ഷണ രീതി ഒരു കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഡെലിക്കേറ്റ് വർക്ക് എന്ന് പറയുന്നത്. യു വാണ്ട് ടു എൻകറേജ് കിഡ്സ് ടു മേക്ക് ഗുഡ് ചോയ്സസ് ബട്ട് വിത്തൗട്ട് ഹോവറിംഗ് ഓർ ഫസ്റ്ററിംഗ്.
അതായത് നമ്മൾ ഒരു കുട്ടീനോട് ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ ഭയങ്കര കൊഞ്ചിച്ചോ നമുക്ക് ഒരിക്കലും കുട്ടികളിൽ എന്തുണ്ടാക്കാൻ പറ്റത്തില്ല, നല്ല ഭക്ഷണശീലങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ കുട്ടി എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോഴേ ഓടി അതിനെ വാങ്ങിച്ച് ആ സാധനം കൊടുക്കും. ഇപ്പൊ ചോക്ലേറ്റ് ആണെങ്കിലും ബിസ്ക്കറ്റ് ആണെങ്കിലും നമുക്കറിയാം ഒരു പരിധി വിട്ട് കുട്ടികൾ കഴിക്കുന്നത് നല്ലതല്ല. അപ്പൊ അങ്ങനെയുള്ളത് കൊടുക്കുമ്പോ കൂടുതലും നമ്മൾ അത് പാമ്പർ ചെയ്യുകയും വേണ്ട, എന്നാൽ അവർക്ക് അത് ഒരിക്കലും വാങ്ങിച്ചു കൊടുക്കാതിരിക്കരുത്. ആ ഒരു രീതിയിലല്ല, നമ്മൾ വേണം കുട്ടികളിൽ അതിന്റെ നല്ലൊരു അവബോധം ഉണ്ടാക്കിയെടുക്കാൻ. Take charge by presenting mostly healthy food, but don't teach that certain foods are bad. അവരിൽ എപ്പോഴും ഒരു നല്ല ഗുഡ് ഫുഡ് അല്ലെങ്കിൽ ഗുഡ് ഫുഡ് ബാഡ് ഫുഡ് ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എപ്പോഴും ചീത്തയാണെന്ന് ഒരിക്കലും, അല്ലെങ്കിൽ ഇന്ന ഫുഡ് ഐറ്റം ചീത്തയാണെന്ന് ഒരിക്കലും അവരെ പഠിപ്പിക്കരുത്. യു വാണ്ട് യുവർ പ്രീ സ്കൂളർ ടു ഈറ്റ് ഇനഫ് ന്യൂട്രീഷ്യസ് ഫുഡ്, ബട്ട് യു ഡോണ്ട് വാണ്ട് ടു സ്റ്റാർട്ട് നെഗോഷിയേറ്റിംഗ് ദ നമ്പർ ഓഫ് ബൈറ്റ്സ് ഓഫ് ഡിന്നർ ദാറ്റ് മസ്റ്റ് ബി ഈറ്റൻ ടു ഗെറ്റ് ഡെസേർട്ട്. അതായത് നമ്മൾക്ക് കുട്ടികൾ ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾ ചിലവർ ചെയ്യാറുണ്ട്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന സാധനം തരാന്ന് പറഞ്ഞിട്ട് മക്കൾക്ക് ചോറ് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഭക്ഷണം നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ അതൊരിക്കലും ചെയ്യരുത് എന്നാ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് ഒരിക്കലും കുട്ടികൾക്ക് TV കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുത്തോ കാർട്ടൂൺ കാണിച്ചോ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കൊടുത്തിട്ടോ ഭക്ഷണം കൊടുക്കാം എന്ന് കൊടുക്കുമ്പോൾ അവര് കഴിക്കും, അവരറിയുന്നില്ല. ചിലപ്പോൾ അവർ കളിയുടെ ഇൻട്രസ്റ്റിൽ അല്ലെങ്കിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനത്തിന്റെ ഇൻട്രസ്റ്റിൽ അവർ കഴിക്കും. പക്ഷെ അത് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യുന്നു എന്നാണ് ഇപ്പോഴത്തെ പഠനങ്ങളൊക്കെ കാണിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മക്കൾക്ക് ആണെങ്കിലും ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരിക്കലും TVയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഫോൺ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്തിട്ട് ഫോണിന്റെ മുമ്പിൽ ഇരുത്തിയിട്ട് കൊടുക്കരുത്. കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ലാന്നേ ഉള്ളൂ എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. പിന്നീട് അവർക്ക് വിശക്കുമ്പോൾ അവര് ഓട്ടോമാറ്റിക്കലി കഴിക്കും എന്ന് വിചാരിച്ചിട്ട് അവരുടെ വാശികളൊക്കെ നടത്തി കൊടുക്കണം എന്നല്ല പറയുന്നത്. These approaches usually don't work and may make it more likely to that a child will end up eating less healthy food and more calories. നമ്മളിപ്പോ എന്തെങ്കിലും കൊടുക്കാമെന്ന് ഓഫർ ചെയ്തിട്ട് നമ്മൾ ഭക്ഷണം കഴിപ്പിക്കുകയാണെങ്കിൽ ഇത് അവസാനം എന്ത് സംഭവിക്കുന്ന അറിയോ? ഇത് ഒന്നാമത്തെ കാര്യം നടക്കത്തില്ല, കാരണം എങ്ങനെ പോയാലും അവർ പകുതി ആകുമ്പോഴേക്കും നിർത്തും. അപ്പോ അവരുടെ ഹെൽത്തി ഫുഡ് കഴിക്കുന്നതിന്റെ അളവ് അവർ കുറയും. ഈ കലോറി അടങ്ങിയ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞ എന്ത് സാധനമാണെങ്കിലും അതിനകത്തേക്കുള്ള അവരുടെ കോൺസെൻട്രേഷൻ കൂടും, അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഫുഡിലേക്കാകും അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. At a parent's request, a preschooler may be willing to try new food items. അത് എപ്പോഴും ഒരു പ്രീ സ്കൂളറിന്റെ പാരന്റ് ന്യൂ ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യും. അതായത് കുട്ടിക്ക് ഇന്ന് കൊടുക്കുന്ന സെയിം ഭക്ഷണം നാളെ കൊടുക്കുന്ന സ്വാഭാവികമായിട്ടും നമുക്ക് മടുപ്പുണ്ടാകുന്ന പോലെ അവർക്കും ഉണ്ടാകും. അപ്പൊ അതിനൊന്നും ഒരു വേരിയേഷൻ വരുത്തി നമുക്ക് തന്നെ ചോറ് പല രീതിയിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കറി തന്നെ പല രീതിയിൽ നമുക്ക് കറികളൊക്കെ വെച്ച് കൊടുക്കാം. അങ്ങനെ അവർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഈ മോം ആൻഡ് ഡാഡ് ആർ ഈറ്റിംഗ് ദ സെയിം തിങ്. ഇപ്പോ നമ്മൾ ചിലപ്പോൾ ഇന്നലെ വെച്ചത് തന്നെ ബാക്കി വന്നു വിചാരിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരം ഉച്ചയ്ക്കത്തെ കറി തന്നെ നമ്മൾ വൈകുന്നേരം കഴിക്കാറുണ്ട്. പക്ഷെ കുട്ടികൾക്കാകുമ്പോൾ അതിനെന്തെങ്കിലും ഒരു ചേഞ്ച് കൊടുത്ത് അവർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ ജങ്ക് ഫുഡ് കൊടുക്കുക എന്നല്ല, കുറച്ചുകൂടി അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ മാറ്റിയൊക്കെ കൊടുക്കുന്നത് അവർക്ക് എപ്പോഴും ആ ഒരു ഫുഡിനോട് താല്പര്യം വരാനും അതേപോലെ അവരിൽ കുറച്ചുകൂടി ന്യൂട്രിയൻസ് അടങ്ങിയ ഫുഡ് കൂടുതൽ കൊടുക്കാനൊക്കെ അത് സഹായിക്കും. There's nothing wrong with serving foods you know your child likes, but they shouldn't always be on the menu. അതായത് നമുക്കറിയാം നമ്മുടെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കൊടുക്കുന്നതിൽ യാതൊരുവിധ കുഴപ്പവും ഇല്ല, പക്ഷെ എന്നും അതേ സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യരുത്. അതിന് എക്സാമ്പിൾ ആണ്, കുട്ടിക്ക് ഇറച്ചി ഇപ്പൊ ചിക്കൻ ഇഷ്ടമാണെന്ന് വിചാരിച്ചിട്ട് എന്നും ചിക്കൻ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ദോഷമായിട്ട് ബാധിക്കുന്നുള്ളത്. അപ്പൊ അതൊരിക്കലും ചെയ്യരുത്, അല്ലെങ്കിൽ ഫുഡ് മെനുവിൽ അത് എന്നും ഒരേ ഐറ്റം തന്നെ ഉണ്ടാവരുത്. Serve a variety of foods and don't cater to child's limited palate. Variety type ഫുഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. Don't fall into the trap of fixing a meal specifically for your child that is different from your own. പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്ത് ഭക്ഷണമാണോ ഉണ്ടാക്കുന്നത് അത് കുട്ടിക്ക് കൊടുക്കുക, അല്ലാതെ കുട്ടിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇന്ന പോലെ, ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ ചോറാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ചോറുണ്ടാക്കി അതേ ചോറ് തന്നെ കുട്ടിക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതിനകത്ത് കറികൾ ഇപ്പൊ ഉച്ചയ്ക്ക് നമ്മൾ വെച്ച പോലെ തന്നെ കുട്ടിക്ക് കൊടുക്കുക. വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് മുട്ടയോ അല്ലെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് കുട്ടികൾക്ക് ചൂടുള്ള ചോറ് ഇഷ്ടം, അങ്ങനെയുള്ള രീതിയിലൊക്കെ ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി വരുന്നതേ ഉള്ളൂ. അല്ലാതെ നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം മാക്സിമം കൊടുത്ത് അവരെ പഠിപ്പിക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. ബിഫോർ യു നോ ഇറ്റ് യു വിൽ ബി ഫിക്സിങ് 2 dinners every week. അല്ലെങ്കിൽ നമുക്കത്
ചെയ്യുന്നതിന് മുൻപ് എന്ത് ചെയ്യേണ്ടി വരും? എല്ലാ ദിവസവും എല്ലാ നേരവും പല രീതിയിൽ, ഒരിക്കലും നമ്മളുടെ ഭക്ഷണം നമ്മളുടെ കുട്ടി കഴിക്കുന്നില്ലെങ്കിൽ പിന്നെ കുട്ടിക്ക് വേണ്ടിയത് മാത്രം നമ്മൾ വേറെ രീതിയിൽ ഉണ്ടാക്കേണ്ടി വരും. It may seem illogical, but it is better to present a range of foods even if your child sometimes refuses to eat anything on the plate. എപ്പോഴും കുട്ടി ചിലപ്പോ ഇത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പ്ലേറ്റിൽ വെച്ച് കൊടുക്കുക. സാവധാനം എന്തെങ്കിലുമൊക്കെ കഥ പറഞ്ഞോ അല്ലെങ്കിൽ പുറത്തൊക്കെ നടന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ച് അത് കുട്ടികളിലേക്ക്, ചില കുട്ടികൾ നമ്മൾ കഥയൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വലിയ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും പുറത്തൊരു കാക്കേനെ കണ്ടു അല്ലെങ്കിൽ പൂച്ചേനെ കണ്ടു അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കൊക്കെ ഓട്ടോമാറ്റിക്കലി അവര് നമ്മൾ കൊടുക്കുന്നത് കഴിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിയിട്ട്, അല്ലാതെ അവർക്ക് അത് ഇഷ്ടമില്ല എന്ന് ഒരിക്കൽ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അതങ്ങ് ഒഴിവാക്കരുത്. പിന്നെയും അതിനാണ് പല രീതിയിൽ അത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അത് മാക്സിമം അത് മക്കളെ കൊണ്ട് കഴിപ്പിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിൽ, പ്രീ പ്രൈമറി സ്റ്റുഡൻസിൽ ചെയ്യേണ്ട കാര്യമാണ്. ഇറ്റ്സ് നോർമൽ ടു വാണ്ട് യുവർ ചൈൽഡ് ടു ഈറ്റ് അറ്റ് ഡിന്നർ, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ് ടു നോ ദാറ്റ് സ്കിപ്പിംഗ് വൺ മീൽ വിൽ നോട്ട് ഹാം ഹെൽത്തി കിഡ്സ്. നമുക്കറിയാം ഭക്ഷണം കഴിക്കണം, പ്രത്യേകിച്ച് രാത്രിയിലെ ഭക്ഷണം ആണെങ്കിലും പണ്ട് കാലത്തുള്ളവർ പറയാൻ കിടക്കരുത് അല്ലെങ്കിൽ ഒരു പിടിയെങ്കിലും കഴിച്ചിട്ടൊക്കെ കിടക്കണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ഹെൽത്തി ഫുഡ് ആയിട്ടാണ് കുട്ടി ചിലപ്പോ ഒരു 5 മണിക്ക് 6 മണിക്കുള്ളിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചു എന്ന് വിചാരിക്കുക. അത്യാവശ്യം കുട്ടിയുടെ വയറ് നിറഞ്ഞു, പിന്നെ പ്രത്യേകിച്ച് രാത്രി കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു ബലം പിടിക്കേണ്ട ആവശ്യമില്ല. ഒരു നേരം ഒഴിവാക്കി അല്ലെങ്കിൽ അതിനു മുൻപ് കുട്ടിയുടെ ആവശ്യത്തിന് വിശപ്പ് കണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ രാത്രി പാല് കുടിക്കുന്ന കുട്ടികളായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു നേരത്തെ രാത്രി ഭക്ഷണം ഒഴിവാക്കി എന്ന് വിചാരിച്ചിട്ട് അത് അവരുടെ ഹെൽത്തിനെ ബാധിക്കത്തില്ല. അടുത്തത് let the child know food will be available at the next regular meal or snack time. അതേപോലെ കൃത്യമായിട്ടൊരു സമയം, നമുക്കറിയാം രാവിലെ കുട്ടികൾ എണീറ്റ് വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് എണീറ്റ ഉടനെ വീട്ടിൽ ചായ കൊടുക്കാറുണ്ട്. പിന്നെ ഒരു 9:30-10 മണിയോട് കൂടിയായിരിക്കും അവർക്ക് ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ആ ഒരു 10 മണിക്കൊക്കെ കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു 11-12 മണിക്കുള്ളിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ്, നമ്മൾ ഡയറ്റ് നോക്കുന്ന പോലെ എന്തെങ്കിലും ചെറിയൊരു സ്നാക്ക് പോലെ എന്തെങ്കിലും അവർക്ക് സ്കൂളിലാണെങ്കിലും കൊടുക്കും, നമ്മൾ വീട്ടിലായിരിക്കുമ്പോഴും കൊടുക്കുന്നത് നല്ലതാ. പിന്നെ ഒരു 1 o'clock ആകുമ്പോൾ അവരുടെ നൂൺ ഫുഡ് കൊടുക്കുക. പിന്നെ ഒരു 3:30 അല്ലെങ്കിൽ 4 o'clock ആകുമ്പോൾ അവർക്ക് ചായയോ എന്തെങ്കിലും കൊടുക്കുക. ആ ഒരു ബാലൻസ്, കൃത്യം ടൈം അല്ലെങ്കിൽ കുട്ടിക്ക് അറിയാലോ അത് എപ്പോഴെപ്പോഴും തിന്നുകൊണ്ട് കിടക്കുക അല്ലെങ്കിൽ ഒന്നും തിന്നണ്ട അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്കല്ല അവരെ വളർത്തേണ്ടത്. ഒരു നോർമൽ ടൈമിൽ ഈ സമയത്തൊക്കെയാണ് നമ്മൾ നോർമലായിട്ട് ഭക്ഷണം കഴിക്കുന്നത് അല്ലെങ്കിൽ കുട്ടികൾ കഴിക്കുന്ന ഈ സമയത്ത് എന്തൊക്കെയാണെന്നുള്ളൊരു അവബോധം അവരിൽ ഉണ്ടാക്കിയെടുക്കണം. അടുത്തത് എൻകറേജിങ് എ ഹെൽത്തി ഡയറ്റ്. എങ്ങനെയാണ് ഒരു ഹെൽത്തി ഡയറ്റിനെ നമ്മൾ എൻകറേജ് ചെയ്യേണ്ടതെന്ന്? To encourage a well-rounded diet, continue offering variety of foods even once the child has rejected in the past. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല രീതിയിൽ, ഇപ്പൊ ഒരു കുട്ടിക്ക് പൊട്ടറ്റോ ഇഷ്ടമല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ അന്ന് ഉണ്ടാക്കിയ കറി ആയിരിക്കാം കുട്ടിക്ക് ഇഷ്ടമില്ലാത്തത് എന്ന് വിചാരിച്ചിട്ട് അതിനെ തന്നെ നമുക്ക് വേറെ രീതിയിൽ ഉണ്ടാക്കാൻ അറിയാലോ. നമ്മൾ ഒരിക്കൽ ഇഷ്ടമില്ല എന്ന് പറഞ്ഞത് ഒഴിവാക്കരുത്. പിന്നെ അത് ശ്രമിക്കുക, പല രീതിയിൽ മാറ്റി കൊടുക്കാനായിട്ട് നോക്കുക. അടുത്തത് കീപ് ഹെൽത്തി ഫുഡ് ഇൻ ദ ഹൗസ് ആൻഡ് ലിമിറ്റ് അവൈലബിലിറ്റി ഓഫ് ഹൈ കലോറി ലോ ന്യൂട്രിയന്റ് ഫുഡ്. അതേപോലെ വീട്ടിലെപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഭയങ്കര കലോറി കൂടിയതും വേണ്ട, എന്നാൽ ലോ ന്യൂട്രിയൻസ് ആയിട്ടുള്ളതും കഴിവതും ഒഴിവാക്കുക. ഇൻവോൾവ് കിഡ്സ് ഇൻ മീൽ പ്രിപ്പറേഷൻ. ഫോർ എക്സാമ്പിൾ ലെറ്റ് ദം ടിയർ ലെറ്റ്യൂസ് ഫോർ എ സാലഡ് ഓർ ഹെൽപ്പ് സെറ്റ് ദ ടേബിൾ. കുട്ടികളെയും കൂടി കൂട്ടി വീട്ടിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിനൊക്കെ അവരുടെ സഹായം, അല്ലെങ്കിൽ അവരെ കൂടി കൂട്ടി ചെയ്യിപ്പിക്കാൻ ചില പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ചിലപ്പോ നമ്മൾ കുറച്ചുകൂടി ഇത്തിരി ഒരു 3-4 വയസ്സൊക്കെ ആയ കുട്ടികളൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ എന്തെങ്കിലും ഉരുളക്കിഴങ്ങ് വേവിച്ചതോ മുട്ട അല്ലെങ്കിൽ വേവിച്ചതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, മുട്ട എന്താ പറയുന്നത്, നമ്മള് മുട്ടയുടെ തൊണ്ട് പൊളിക്കാൻ വേണ്ടി കൊടുക്കില്ലേ, പുഴുങ്ങിയെടുക്കാന്നൊക്കെ പറയില്ല, അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരെ കൊണ്ട് അതൊന്ന് ചെയ്യിപ്പിക്കുക. കുറച്ചുകൂടി അവരെ കൂടി നമ്മളുടെ ഈ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ അവരുടെ ഒരു സഹായം അല്ലെങ്കിൽ അവരെ കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത് ക്രിയേറ്റ് എ സ്ട്രക്ചർ ഫോർ ഡെയിലി മീൽസ് ആൻഡ് സ്നാക്സ്. സോ കിഡ്സ് ഡോണ്ട് ഗ്രേസ് ഓൾ ദ ഡേ ലോങ്. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു മിനിമം ടൈം ഷെഡ്യൂൾ, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എന്ന് പറയുന്ന പോലെ ഈ 3 സമയത്താണ് നമ്മൾ പ്രധാനമായിട്ടും ഫുഡ് കഴിക്കുന്നത്. പിന്നെ കുട്ടികളാണെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു സ്നാക്സ് കൊടുക്കുന്നു, അല്ലാതെ അവർക്ക് തോന്നും വിശക്കുമ്പോൾ തിന്നുക അല്ലെങ്കിൽ എപ്പോഴും സ്നാക്സ്, ടി വി കാണുമ്പോൾ സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കുക, ഫോൺ നോക്കുമ്പോൾ സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കുക, ആ ഒരു പ്ലാനിൽ നിന്ന് എപ്പോഴും നല്ലത് അവർക്കൊരു ചെറിയൊരു സ്ട്രക്ചർ പോലെ, ഒരു ടൈം ടേബിൾ പോലെ അതിന് മുൻപോട്ട് പോകുന്നത് നല്ലതായിരിക്കും. അടുത്തത് ഹാവ് റെഗുലർ ഫാമിലി മീൽസ് ആൻഡ് മേക്ക് ദം പ്ലസന്റ് ടൈംസ് ഫോർ ദ ഹോൾ ഫാമിലി ടു ഗെറ്റ് ടുഗദർ. അതേപോലെ മാക്സിമം ഫാമിലി ഒരുമിച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക. Have regular family meals to make them pleasant times for the whole family to get together.
വീട്ടിലുള്ളവരെല്ലാവരും കൂടെ. അതുകൊണ്ടാണ് ആ സമയത്ത് TV ഓഫ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പൊ ഒരു കുട്ടി, നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ പോയി വരുന്ന സമയമാണെങ്കിൽ അപ്പനോടും അമ്മയോടും ആരാണ് വീട്ടിലുള്ളത്, ഗ്രാൻഡ് പാരന്റ്സ് ആണെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ആ ദിവസം നടന്ന കാര്യങ്ങൾ പരസ്പരം സന്തോഷത്തോടെ ഷെയർ ചെയ്യുന്നത് കുടുംബത്തിന്റെ എന്താ പറയുന്നത് സന്തോഷം കൂട്ടും, അല്ലെങ്കിൽ കുടുംബത്തിലെ ഉള്ളവർ തമ്മിലുള്ള ബന്ധം വളരെയധികം ഉയർത്തും എന്നാണ് പറയുന്നത്. Set a good example by eating a nutritious diet yourself. നമ്മൾ തന്നെ നല്ലൊരു എക്സാമ്പിൾ കാണിച്ചു കൊടുക്കുക. ഇനി അടുത്തത് letting kids have some control. അതേപോലെ കുട്ടികൾക്ക് അവരുടെ സ്വയം ഒരു കൺട്രോൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. Parents may feel uneasy about giving preschoolers control over how much they eat. Parents may feel uneasy. നമുക്ക് ചെറിയ കുട്ടികളെ ഒരിക്കലും പഠിപ്പിക്കാൻ പറ്റത്തില്ല എന്നാണ് പാരന്റ്സിന്റെ കോമൺ ആയിട്ടുള്ള ഒരു വിചാരം. അത് എന്റെ ആണെങ്കിലും നിങ്ങളുടെ ആണെങ്കിലും കോമൺ ആയിട്ടുള്ള എല്ലാ പാരന്റ്സിന്റെ വിചാരം അത് തന്നെയാണ്. ബട്ട് ഇറ്റ്സ് എ ലിമിറ്റഡ് കൈൻഡ് ഓഫ് കൺട്രോൾ. എങ്ങനെയാണെങ്കിലും നമ്മൾ കുട്ടികൾക്ക് ചെറിയൊരു കൺട്രോൾ വെച്ചിട്ട് അവർക്ക് പ്രീ സ്കൂളേഴ്സിലാണെങ്കിൽ നമ്മൾ ആ കൺട്രോൾ ഇപ്പം മുതൽ ശീലിപ്പിച്ചു തുടങ്ങിയാലേ, ഈ ചെറിയ പ്രായത്തിൽ ശീലിപ്പിച്ചു തുടങ്ങിയാലേ വലുതാകുമ്പോഴും അവരിൽ അത് ഉണ്ടാവത്തുള്ളൂ. The parent is responsible for setting the schedule for meals and snacks and deciding which food to serve. അതേപോലെ ഞാൻ ഓൾറെഡി പറഞ്ഞു, പാരന്റ്സ് ഒരു സമയം അവർക്ക് മീൽസും സ്നാക്സ് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിശ്ചിത സമയം നമ്മൾ മനസ്സിൽ എപ്പോഴും കണ്ടിട്ട് ആ സമയത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ എന്ത് കൊടുക്കണം എന്നുള്ളതും കുട്ടിയുടെ ഇഷ്ടം എന്നല്ല ഞാൻ അതായത് കുട്ടി ഇപ്പൊ ലേസ് വേണമെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ചീസ് വേണമെന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല കൊടുക്കേണ്ടത്. പാരന്റ് കൂടി ഒന്ന് ശ്രദ്ധിച്ച് അത് കുട്ടിയുടെയും പാരന്റ് കുറച്ചുകൂടി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അതിനകത്ത് അടങ്ങുന്ന രീതിയിൽ കുട്ടികൾ നമ്മൾ ഫുഡ് കൊടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. എ ചൈൽഡ് ഓഫ് 4 shouldn't be getting his or her own snacks but can be given a choice and allowed to decide whether to eat or not. ഇപ്പൊ ഒരു 4 വയസ്സുള്ള കുട്ടിക്കൊക്കെ ആണെങ്കിൽ അവനോ അല്ലെങ്കിൽ അവള് പറയുന്നത് തന്നെ ചിലപ്പോൾ നമ്മള് സ്നാക്സിലോ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസിലോ ഇൻക്ലൂഡ് ചെയ്യണം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളെ നമ്മൾ കൊടുക്കത്തുള്ളൂ. പിന്നെ അല്ലെങ്കിൽ അത്രയും എന്താ പറയുന്നത്, കുട്ടി ഒരു കാര്യം ആവശ്യപ്പെട്ടു അന്നേരം തന്നെ പോയി വാങ്ങുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അത് കുട്ടികൾക്ക് നെഗറ്റീവ് ആയിട്ടേ വരത്തുള്ളൂ. അപ്പോൾ എന്താണോ നമ്മളുടെ വീട്ടിലുണ്ടാക്കി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനം അവർക്ക് കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അതേപോലെ അതൊരു മാക്സിമം ശ്രമിക്കുക. ഇഷ്ടമുണ്ടെങ്കിൽ അവർ കഴിക്കട്ടെ, ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ. കഴിച്ചില്ല എന്ന് വിചാരിച്ച ഉടനെ തന്നെ കുട്ടി ആവശ്യപ്പെട്ട സാധനം കൊടുക്കേണ്ടതല്ല. Preschoolers are old enough to begin understanding the concept of being full known as safety. കുട്ടികളുടെ സേഫ്റ്റി എന്താണെന്നൊക്കെ കുട്ടികൾ ഈ ഒരു 4-5 വയസ്സ് മുതലൊക്കെ അവർക്ക് മനസ്സിലായി തുടങ്ങേണ്ട സമയമാണ്. Who stop eating when they feel satisfied are less likely to become overweight. അതേപോലെ അത്യാവശ്യം ചില കുട്ടികൾക്ക് അറിയാൻ പറ്റും, നമ്മളെന്തോ വാരി കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടികൾ കഴിക്കുന്ന സമയത്താണെങ്കിലും ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അപ്പൊ ആ സമയത്ത് വയറ് നിറഞ്ഞു, ഇപ്പൊ നമുക്ക് വയറ് നിറഞ്ഞു എന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കഴിക്കുന്നത് നിർത്തും. അത് ബാക്കി വന്നാലും ഇല്ലെങ്കിൽ നമ്മൾ അത്ര നോക്കുന്നില്ല. അപ്പൊ അങ്ങനെ നിർത്തുന്ന കുട്ടികളിൽ ഓവർ വെയിറ്റ് വരാനുള്ള ചാൻസ് കുറവാണ്. അതേസമയം ഇത് മനസ്സിലാവാതെ നമ്മൾ എന്തോരം കൊടുക്കുന്നു അതിനനുസരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഓവർ വെയിറ്റിനുള്ള ചാൻസ് കൂട്ടും. അതുകൊണ്ടാണ് ഈ ടിവിയുടെയും ഫോണിന്റെയൊക്കെ ഉദാഹരണം പറഞ്ഞത്. അപ്പൊ കുട്ടികൾ ഒരിക്കലും ശ്രദ്ധിക്കുന്നില്ല, അവർ കഴിക്കുന്ന ഭക്ഷണത്തിലല്ല അവരുടെ ശ്രദ്ധ, അവർ കാണുന്നതിലാണ്. അപ്പൊ അവർ അത് കണ്ടുകൊണ്ടും നമ്മൾ എത്ര തവണ വാരി കൊടുക്കുന്നോ അത്രയും തവണ ചിലപ്പോൾ അവരത് കഴിക്കും. അത് അവരുടെ ഓവർ വെയിറ്റിന് കാരണമാകും. Most kids naturally know if they are hungry or full and can use these cues to properly control their food intake. അതേപോലെ കുട്ടികൾക്ക് വിശക്കുന്നുണ്ടോ ഇല്ലയോ സ്വാഭാവികമായിട്ടൊരു 2.5-3 വയസ്സോട് കൂടി കുട്ടികൾക്ക് അത് മനസ്സിലാവാൻ തുടങ്ങും. അതേപോലെ അവർ പറയാൻ തുടങ്ങും. കുറച്ച് സംസാരിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ 2.5 വയസ്സ് മുതലൊക്കെ പറയാൻ തുടങ്ങും വിശക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളത്. Kids who are encouraged to ignore these cues may learn to override this internal control mechanism. അപ്പോൾ ഇത് നമ്മൾ കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ, അതായത് അവരുടെ വിശപ്പിനനുസരിച്ച് നമ്മൾ ഭക്ഷണം കൊടുക്കാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ, കുറെ കൊടുക്കാതെ ഓവർ വെയിറ്റ് വെപ്പിക്കാതെ അവരുടെ ഒരു അളവിന് വേണ്ട രീതിയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഇന്റേണൽ കൺട്രോൾ മെക്കാനിസം ഒക്കെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനൊക്കെ ആയിട്ട് സാധിക്കും. ഇഫ് യുവർ ചൈൽഡ് chooses not to eat at a scheduled meal or snack time, try to avoid arguing about it or being critical. ഇപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ഒരു സമയം നമ്മൾ ഓൾറെഡി പറഞ്ഞു, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം, അതുകൂടാതെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കുന്നതാണെങ്കിൽ ആ ഒരു സമയത്ത് അവരത് കഴിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് അവരോട് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി തർക്കിക്കുകയോ വേണ്ട. അത് ഇട്ട് കളഞ്ഞേക്കുക. അവർക്ക് പിന്നീട് അതിനുശേഷം വരുന്ന സമയത്ത് വിശക്കുമ്പോൾ അവർ കഴിക്കും. Staying neutral and calm will prevent the bigger problems that can arise when parents and kids battle over food. നമ്മൾ വലിയ ബഹളം ഉണ്ടാക്കാതെ
ന്യൂട്രൽ ആയിട്ട് വലിയ വഴക്കിനും ഇല്ല എന്നാൽ വലിയ കാര്യത്തിനൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഇത് ഭക്ഷണത്തിന്റെ പേരിലുള്ള തല്ലുപിടുത്തം വീടുകളിൽ ഒഴിവാക്കാൻ സാധിക്കും, പ്രത്യേകിച്ച് ചെറിയ മക്കളോട്. അപ്പോൾ ആ ഒരു തല്ലുപിടുത്തം ഭക്ഷണത്തിന്റെ പേരിൽ കുട്ടികളുടെ മുമ്പിൽ നിന്ന് ആർഗ്യൂ ചെയ്യുന്നത് നല്ലതല്ല എന്നാണ് പറയുന്നത്. കാരണം അത് അവരിൽ നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാകത്തുള്ളൂ. ഇനി അതിന് വേണ്ടിയിട്ടുള്ള 12 ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിലെ 12 ways to healthy food habit പറയുന്നുണ്ട്. അപ്പോ ഒന്നാമത്തത് ഡൂസ് ആണ് പറയുന്നത് കേട്ടോ. ഡു സെറ്റ് എ ഗുഡ് എക്സാമ്പിൾ ഫോർ യുവർ ചൈൽഡ് ടു കോപ്പി, ഷെയർ മീൽ ടൈംസ് ആൻഡ് ഈറ്റ് ദ സെയിം ഹെൽത്തി ഫുഡ്സ്. അതായത് എപ്പോഴും നമ്മൾ കുട്ടികളുടെ മുമ്പിൽ നല്ലൊരു ഡയറ്റ് പ്ലാനോ അല്ല അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഗുഡ് എക്സാമ്പിൾ, നമ്മൾ തന്നെ നല്ലൊരു മാതൃക കാണിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ നല്ലൊരു മീൽ ടൈം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്രമമാണെങ്കിൽ അതേപോലെ ഹെൽത്തി ഫുഡ് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുക. ഡു ഡിസ്കറേജ് സ്നാക്കിംഗ് ഓൺ സ്വീറ്റ് ആൻഡ് ഫാറ്റി ഫുഡ്സ്. മധുരമുള്ളതും ഫാറ്റി ആയിട്ടുള്ള ഫുഡ്സിൽ അതല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഫുഡ് സ്നാക്ക് ആയിട്ട് കഴിക്കുന്നതൊക്കെ നമ്മൾ ഡിസ്കറേജ് ചെയ്യുക. കീപ് പ്ലെന്റി ഓഫ് ഹെൽത്തി ഫുഡ് സച്ച് എസ് ഫ്രൂട്ട്സ്, റോ വെജിറ്റബിൾസ്, ലോ ഫാറ്റ് ക്രാക്കേഴ്സ്, യോഗട്ട് അറൌണ്ട് ദ ചിൽഡ്രൻ ടു ഈറ്റ് ബിറ്റ്വീൻ മീൽസ്. ഒരു സ്നാക്ക് കഴിക്കേണ്ട സമയത്തിൽ അവർക്ക് ഹെൽത്തി ഫുഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, യോഗട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. ഡു അലൗ ചിൽഡ്രൻ ടു ഫോളോ ദെയർ നാച്ചുറൽ അപ്പറ്റൈറ്റീസ് വെൻ ഡിസൈഡിങ് ഹൗ മച്ച് ടു ഈറ്റ്. കുട്ടികളിൽ അവരുടെ വിശപ്പിനനുസരിച്ച് കഴിക്കാൻ അവരെ അനുവദിക്കുക. ഡു എൻകറേജ് ചിൽഡ്രൻ ടു എൻജോയ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ബൈ ഗിവിംഗ് ദം വെറൈറ്റി ഫ്രം ആൻ ഏർലി ഏജ്. അവർക്ക് വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൊടുക്കാനായിട്ട് ശ്രമിക്കുക. മേക്ക് ചിൽഡ്രൻ അവേ ഡ്രിങ്കിങ് വാട്ടർ ഈസ് അവൈലബിൾ അറ്റ് ഓൾ. അതേപോലെ അവർക്ക് എത്താവുന്ന രീതിയിൽ എപ്പോഴും ഡ്രിങ്കിങ് വാട്ടർ അവരുടെ കയ്യിൽ പിടിക്കാവുന്ന രീതിയിൽ ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ അവർ കുടിക്കുന്ന ഗ്ലാസ്സിലോ എപ്പോഴും എടുത്ത് വെച്ചേക്കുക. എന്നിട്ട് അവരെ ഓർമ്മിപ്പിക്കുക, ദാഹിക്കുമ്പോൾ അത് കുടിക്കാനൊക്കെ ആയിട്ട് നമ്മളൊന്ന് ഓർമ്മിപ്പിക്കുക. Request information from parents or carers about any special dietary requirements, preference or food allergies their child may have. അതേപോലെ കുട്ടീനെ പ്രീ സ്കൂളിൽ നമ്മൾ വിടുവാണെങ്കിൽ അവിടെ അറിയിക്കുക, കൺസേൺ ടീച്ചേഴ്സിനെ കെയർ ടേക്കേഴ്സിനെ അറിയിക്കുക. കുട്ടികൾക്ക് എന്തെങ്കിലും ഫുഡ് അലർജിയോ എന്തെങ്കിലും മറ്റു അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അറിയിക്കുക. പ്ലാൻ മെനൂസ് ഇൻ അഡ്വാൻസ് ടു ടേക്ക് അക്കൗണ്ട് ഓഫ് എനി സ്പെഷ്യൽ ഡയറ്ററി റിക്വയർമെന്റ്സ്. അതേപോലെ നേരത്തെ നമ്മൾ ഡയറ്ററി റിക്വയർമെന്റ്സ്, മുട്ട, പാല് ഓൾറെഡി ഇപ്പൊ കുട്ടികൾ കഴിക്കും. മറ്റ് വസ്തുക്കളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മറ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നതിന് പ്രത്യേകമായിട്ട് മെനൂസ് ഇൻ അഡ്വാൻസ് ടു ടേക്ക് അക്കൗണ്ട് ഓഫ് എനി ഡയറ്ററി സ്പെഷ്യൽ റിക്വയർമെന്റ്സ്. അത് അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്യാം. വാഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പ്രയോർ ടു കൺസപ്ഷൻ. ഇത് ടീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടാട്ടോ ഈ പറയുന്നത്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴുകിയതിന് ശേഷം ഉപയോഗിക്കുക എന്നുള്ളത് പറയുക. കീപ് എ റെക്കോർഡ് ഓഫ് ബേബീസ് ഫുഡ് ഇൻടേക്ക്. അതേപോലെ കുട്ടികൾ ഓൾമോസ്റ്റ് കഴിക്കുന്നതിന്റെ ഒരു റെക്കോർഡ് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് അവർക്ക് കൺസ്യൂം ചെയ്യുന്നതിന്റെ നമുക്കൊരു അളവ്, ഫാറ്റിന്റെ ഒക്കെ ഒരു അളവ് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ കുറെ എപ്പോഴും ചിക്കനോ അല്ലെങ്കിൽ മീറ്റോ അല്ലെങ്കിൽ എപ്പോഴും പാല് കൊടുക്കുക, അതേപോലെ എപ്പോഴും മധുരമുള്ള സാധനങ്ങൾ കൊടുക്കുക, ആ ഒരു ഇതിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അടുത്തത് എൻകറേജ് പാരന്റ്സ് നോട്ട് ടു അലൗ ദെയർ ചൈൽഡ് ടു ബ്രിങ് സ്വീറ്റ്സ് ആൻഡ് ഷുഗറി സ്നാക്സ് ടു ഡ്രിങ്ക്സ് into the child care settings. അതേപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, മധുരമുള്ളതും ആയിട്ടുള്ള സ്നാക്സും മധുരമുള്ള ഡ്രിങ്ക്സും മാക്സിമം ചൈൽഡ് കെയർ സെറ്റിംഗ്സിലേക്ക് കൊണ്ടുവരാതിരിക്കാനൊക്കെ ശ്രമിക്കുക. ഇനി 2-3 പോയിന്റ് കൂടെ ഉള്ളൂ, അതുകൊണ്ട് ഒന്ന് കട്ടായാലും ഒന്ന് തിരിച്ച് റീജോയിൻ ചെയ്യണം കേട്ടോ. അടുത്തത് ഡോണ്ട് ഗീവ് സ്കിം ഓർ 1% ഫാറ്റ് മിൽക്ക് ടു ചിൽഡ്രൻ അണ്ടർ ദ ഏജ് ഓഫ് 5 unless your doctor prescribes. ഇത് നമ്മുടെ ചെറിയ കുട്ടികൾ ഉണ്ടാകുന്നവരോട് ഡോക്ടേഴ്സ് പ്രത്യേകം പറയുന്നതാണ്. 5 വയസ്സിന് താഴെയാണെങ്കിൽ കുട്ടികൾക്ക് പശുവിൻ പാല് കൊടുക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളത് പറയാറുണ്ട്. പിന്നെ തീരെ പറ്റാത്ത സ്റ്റേജിലാണ് അവരെന്തെങ്കിലും ചെറിയ രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, എന്നാലും മാക്സിമം അവർ പറയുന്നത് കൂടുതൽ കലോറി അടങ്ങി, കാരണം പശുവിന്റെയൊക്കെ പാലിൻ്റെത് കലോറി അധികമാണ്, അതുകൊണ്ടാണ് കൂടുതൽ അടങ്ങിയത് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത്. അടുത്തത് ഡു ആസ്ക് ചിൽഡ്രൻ ടു ഹെൽപ്പ് പ്രിപ്പയർ മീൽസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അവരുടെ സഹായത്തോടു കൂടി എന്തെങ്കിലും ഭക്ഷണം, അതായത് അവർക്ക് ചെയ്യാവുന്ന ചെറിയ കാര്യങ്ങളൊക്കെ അവരെ ഏൽപ്പിക്കുക. അടുത്തത് ഡോണ്ട് ആഡ് അൺനെസസറി ഷുഗർ ടു ഡ്രിങ്ക്സ് ആൻഡ് ഫുഡ്സ്. കുട്ടികൾ കഴിക്കുന്ന ഫുഡിലായാലും നമ്മൾ കഴിക്കുന്നതിലായാലും ഒരു പരിധി വിട്ട് എന്താ പറയുന്നത് ഷുഗറും അല്ലെങ്കിൽ ഷുഗർ കഴിക്കുന്നതിലായാലും കുടിക്കുന്നതിലായാലും പഞ്ചസാര അധികം ചേർക്കാതിരിക്കുക. അടുത്തത് ഡോണ്ട് അക്യുസ്റ്റം ചിൽഡ്രൻ ടു എക്സ്ട്രാ സോൾട്ട് ബൈ ആഡിങ് ഇറ്റ് ടു ഫുഡ് ഓർ പ്ലേസിംഗ് ദ ഷേക്കർ ഓൺ ദ ടേബിൾ. പിന്നെ ഭക്ഷണത്തിൽ അധികം ഉപ്പ്
നമ്മൾ ചിലപ്പോൾ കറിയിൽ നമ്മൾ കുറച്ചായിരിക്കും ഇട്ടത്, പക്ഷെ നമ്മൾ ടേബിളിൽ ഓൾമോസ്റ്റ് എല്ലാവരും വെക്കാറുണ്ട് ഡൈനിങ് ടേബിളിൽ. അപ്പൊ അത് നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ട് കുട്ടികൾ അധികം ഉപ്പിന്റെ ഉപയോഗം, സോൾട്ടിന്റെ ഉപയോഗം അധികമാകുന്നത് നമ്മൾ കുറപ്പിക്കണം, അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ച് വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട്. അടുത്തത്, ഡോണ്ട് ഗിവ് ഹോൾ നട്ട്സ് ടു ചിൽഡ്രൻ അണ്ടർ ദ ഏജ് ഓഫ് 5 who may chop on them. Peanut butter and chopped nuts are fine as long as child is not allergic to them. അതേപോലെ നമ്മൾ നട്ട്സ് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഒരിക്കലും മുഴുവനായിട്ട് കൊടുക്കരുത്. ഒന്നില്ലെങ്കിൽ അതിനെ ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക, അല്ല എങ്കിൽ പീനട്ട് പോലെയുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. പീനട്ട് ബട്ടർ ആൻഡ് ചോപ്ഡ് നട്ട്സ് ആർ ഫൈൻ. കാരണം അത് ചിലപ്പോൾ വിഴുങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ചില കുട്ടികൾക്ക് ഒരു സ്വഭാവമുണ്ട്, മൂക്കിലേക്ക് ഇങ്ങനെ വെച്ച് മൂക്കിൽ അടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗത്ത് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കയ്യിലേക്ക് ഒരിക്കലും ഇതൊന്നും മുഴുവനായിട്ട് കൊടുക്കരുത്. അതേപോലെ അത് അലർജിക് ആണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ കുട്ടികൾക്ക് ഫുഡിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അടുത്ത, ഡോണ്ട് ഫോഴ്സ് ചിൽഡ്രൻ ടു മീറ്റ് എനിത്തിങ് മോർ ദാൻ ദേ വാണ്ട്. അവർക്ക് വേണ്ടതിൽ കൂടുതൽ ഒരിക്കലും അവരെ നിർബന്ധിക്കരുത് കഴിക്കാൻ വേണ്ടിയിട്ട്. അടുത്തത്, ഡോണ്ട് യൂസ് ഫുഡ് ആസ് എ ബ്രൈബ്. അതേപോലെ ഫുഡ് ഒരിക്കലും ഒന്നിന്റെ ഒരു കൈക്കൂലിയായിട്ട് നമ്മൾ ഉപയോഗിക്കരുത്. കാരണം ഇന്ന സാധനം നിനക്ക് തരണമെങ്കിൽ ആദ്യം നീ ഇത് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് കഴിപ്പിക്കരുത്. അടുത്ത, ഡോണ്ട് മേക്ക് ചിൽഡ്രൻ ഫീൽ ഗിൽറ്റി അബൌട്ട് ഈറ്റിംഗ് ഓൺ ദ ടൈപ്പ് ഓഫ് ഫുഡ്. ഏതെങ്കിലും ഒരു സാധനം കഴിക്കുന്നത് അത് തന്നെ അവരിൽ എന്താ പറയുന്നത്, അത് മാത്രം കഴിക്കുന്നതിനായിട്ടൊക്കെയുള്ള ഒരു ഇൻട്രസ്റ്റ് അങ്ങനെ ആക്കി നമ്മൾ ഒരിക്കലും അവരെ എടുക്കരുത്. ഡോണ്ട് അലൗ ചിൽഡ്രൻ ടു ബ്രിങ് സ്വീറ്റ്സ് ആൻഡ്, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നഴ്സറി സ്കൂളുകളിൽ ഒരിക്കലും സ്വീറ്റ്സും അല്ലെങ്കിൽ മധുരമുള്ള ഡ്രിങ്ക്സ് ഒന്നും കൊണ്ടുവരരുത്. അതേപോലെ ഡോണ്ട് ആഡ് ഷുഗർ ടു ഫുഡ് ഓർ ഡ്രിങ്ക്സ്. അവർ കൊണ്ടുവരുന്ന ഭക്ഷണത്തിലും മാക്സിമം പഞ്ചസാര ചേർക്കാതെ, അല്ലെങ്കിൽ കൊണ്ടുവരുന്ന വെള്ളമാണെങ്കിലും തിളപ്പിച്ചാറ്റിയ വെള്ളം കൊണ്ടുവരാൻ പറയുക. മറ്റ് എസെൻസ് ബേസ്ഡ് ആയിട്ടുള്ള പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. അടുത്ത, ഡോണ്ട് ഗിവ് ചിൽഡ്രൻ അൺപാസ്ചറൈസ്ഡ് മിൽക്ക്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. മറ്റ് പാസ്ചറൈസ്ഡ് അല്ലാത്ത, തിളപ്പിച്ചതല്ലാത്ത പാലുകളൊന്നും കുട്ടികൾക്ക് കൊടുക്കരുത്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഇത് എല്ലാം നമ്മളുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. ആകെ കുറച്ച് ഡിഫറൻസ് വരുന്നത് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരുന്നത് ആ വൈറ്റമിൻസിന്റെ പേരും അതിന്റെ രോഗങ്ങളുടെ പേരിൽ മാത്രമേ കുറച്ച് ഒരു ബുദ്ധിമുട്ട് വരാനുള്ളൂ. ബാക്കി ഇതെല്ലാം നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ ചാപ്റ്റർ കഴിഞ്ഞ്, നമ്മുടെ 3rd ചാപ്റ്റർ കഴിഞ്ഞു.